ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്യാരമൽ സിറപ്പ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇടുമ്പോൾ തന്നെ ഒന്ന് ഇളക്കിയൊന്നും കൊടുക്കണ്ട. സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പാൻ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുമിച്ച് ഒഴിക്കുമ്പോൾ കയ്യിലൊക്കെ തെറിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. 2 മുട്ടയും പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞയും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. 45 ഗ്രാം പഞ്ചസാര ഉണ്ട് ഇത്, അത് ചേർത്ത് കൊടുക്കാം. 45 ഗ്രാം എന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നീക്കി വെച്ച ശേഷം ഒരു 225 ml പാല് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. പാല് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് എഗ്ഗിൻ്റെ മിക്സ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു പോവും. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ടും അതുപോലെ തന്നെ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം മീതേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പന ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ആവിയിൽ ഒരു 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ പുഡിംഗ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട് വെക്കണം. ഈ പുഡിംഗ് ഒന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ടൊന്ന് കമഴ്ത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്